വലിയ പ്രതീക്ഷയോട് കൂടിയാണ് പ്രധാനമന്ത്രി ജയിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് പ്രധാനമന്ത്രി എത്തിച്ചു. ഇപ്പോൾ കൗൺസിലർമാരെ എല്ലാവരെയും ഒന്നിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ ഒരു വികസനം മാത്രമാണോ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വരുന്ന ഇലക്ഷനിലടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങളാണോ ചർച്ചയിലേക്ക്? ഞങ്ങളിപ്പോൾ പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രമന്ത്രിമാരുമായിട്ട് കാണുന്നുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് കട്ടുന്ന സാഹചര്യങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ 50 കൗൺസിലർമാരുടെ ലക്ഷ്യം തിരുവനന്തപുരം കോർപ്പറേഷന് പരമാവധി ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കാൻ നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതിന് ഈ യാത്ര എത്രത്തോളം ഗുണപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഈ ഒരു വിജയം, അതായത് കോർപ്പറേഷനിലെ വിജയം ദേശീയ തലത്തിലടക്കം ചർച്ചയാകുന്ന സമയത്താണ് പ്രധാനമന്ത്രി നേരിട്ട് കാണാൻ പോകുന്നത്. ഇപ്പോൾ വരുന്ന ഒരു ഇലക്ഷനിലടക്കം അത് പ്രതിഫലിക്കുന്ന ഒരു അല്ല, മറ്റുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് വിജയം വളരെ കാര്യമായിട്ട് പ്രതിഫലിക്കും. കാരണം കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ച പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടുള്ളത്. പശ്ചിമ ബംഗാളിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, ജമ്മു കാശ്മീരിലൊക്കെ ഉണ്ടെങ്കിൽ കേരളത്തിൽ മറ്റൊരു തരത്തിലുള്ള ത്യാഗമാണ് പ്രവർത്തകർ അനുഭവിച്ചിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി നിരവധി കാലം ഭരണത്തിലിരുന്നപ്പോൾ ഒരു കൊടി പോലും പിടിക്കാൻ അനുവാദമില്ലായിരുന്ന ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ കേരളത്തിലുണ്ട്. ഇന്നും ചില സ്ഥലങ്ങളിലൊക്കെ നിലവിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഫൈറ്റ് ചെയ്ത് 40-45 വർഷം തുടർച്ചയായിട്ട് ഫൈറ്റ് ചെയ്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം നേടിയത്. അത് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വളരെ വലിയൊരു ഊർജ്ജം ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയതായിട്ട് പൊതുസമൂഹത്തിന്റെ ഇടയിലും BJP പ്രവർത്തകരുടെ ഇടയിലും വലിയ ഒരു എനർജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് സ്വാഭാവികമായിട്ട് അതാത് സ്ഥലങ്ങളിലുള്ള സംസ്ഥാന ഘടകങ്ങൾ അത് തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി പ്രയത്നിക്കും. അതിന്റെ ഒരു ഭാഗം കൂടി ഈ യാത്രയിലൂടെ പ്രതിഫലിക്കും. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അപ്പോൾ പ്രധാനമന്ത്രി കാണാൻ പോകുന്നത്. ഈ ഒരു വികസന രേഖ സമർപ്പിക്കുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായം മാത്രമാണോ, അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് വരുന്ന നിയമസഭാ ഇലക്ഷന് ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചാ വിഷയങ്ങൾ ഉണ്ടാവും? തീർച്ചയായിട്ടും അതിലുപരി ഞങ്ങൾ എല്ലാവരും, കാരണം ഞങ്ങൾക്ക് പാർട്ടി ഒരാൾക്കല്ല, ഞങ്ങൾക്ക് 50 പേർക്കും പാർട്ടി ഇങ്ങനെ ഒരു അവസരം തന്നിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ച ഒരു അവസരമാണ്. ഞങ്ങൾ 3-4 ടേം കൗൺസിലർ ആയവരുണ്ട്, 5 തവണ കൗൺസിലർ ആയവരുണ്ട്. പക്ഷെ ഇതുവരെ ഡൽഹിയിൽ യാത്ര ഇങ്ങനെ ഒരു പോകാനോ ഇങ്ങനെ വിധാനസഭ കാണാനോ ഒരു അവസരം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു അവസരം വന്നത് ഞങ്ങൾ എല്ലാവരും, നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളൊക്കെ പോവുക, പ്രധാനമന്ത്രിയെ കാണുക, അദ്ദേഹത്തിന്റെ ഓഫീസ് സന്ദർശിക്കുക, അദ്ദേഹത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ ഒരു അവസരം, ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. നമുക്ക് തിരുവനന്തപുരം നഗരസഭയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുക, നമുക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഭാവിയിൽ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക, ഇതൊക്കെ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടും ആഭ്യന്തരമന്ത്രിയുമായിട്ടും ചർച്ച ചെയ്യുന്ന ഒരു അവസരമാണ്. ഇതൊക്കെ ഞങ്ങളൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇവിടെ കാണുന്ന എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.